Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. തിരിച്ചറിവ് നല്ലതാണ്. എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കല് നല്ലതാണ്. തന്നെ എപ്പോഴാണ് എന്നറിയില്ലല്ലോ, ഏതവസ്ഥയിലാണ് എന്ന് പിടുത്തമില്ലല്ലോ. അല്ലാ, ബാത്റൂമിൽ പോകുമ്പോൾ മരിച്ചുപോയാൽ, കക്കൂസ് പോകുമ്പോൾ മരിച്ചുപോയാൽ അതൊരു വലിയ തെറ്റായ സംഗതിയല്ല. പക്ഷേ എന്നാലും ആള് പറയുമല്ല, മൂപ്പര് കക്കൂസ് എന്നാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്, അഹിലുകാർക്കുള്ള വിഷമമുണ്ട്. എന്ന് മാത്രമല്ല, ദ്വാരക്കുന്നോന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാവും, ഇയാളാള് ശരിയുണ്ടോ, ഇയാളെ ബാത്റൂം എന്നാണ് മരിച്ചത്. സുബ്ഹാന ജല്ല ജലാലു. പള്ളിന്റെ ഉള്ളെന്ന് മരിക്കലും ബാത്റൂം എന്ന് മരിക്കലും രണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു ഏറ്റവും ഖൈറായ സ്ഥലത്ത്, അല്ലാഹുക്ക് പൊരുത്തമുള്ള സ്ഥലത്ത് റബ്ബേ ഞങ്ങൾക്കൊരു സ്ഥലം നിശ്ചയിക്കണേ അല്ലാഹുക്ക് പൊരുത്തമുള്ള സ്ഥലത്ത് നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കണം. അതല്ലാതായി പോയാൽ ഒരു ഹറാം ചെയ്യുന്ന സമയത്താണ് വല്ലതും സംഭവിച്ചു പോകുന്നതെങ്കിൽ, അല്ലാ ഞാൻ പറയട്ടെ, ഈ അടുത്ത് ഒരു ആക്സിഡന്റ് നടന്നു. കുറെ കുട്ടികൾ MBBS പഠിക്കണം, മക്കൾ മരിച്ചുപോയി. അല്ലാഹു ആ മക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. അല്ലാത്തവർക്കൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു നല്ല സമാധാനം കൊടുക്കട്ടെ. അതെല്ലാം വായിച്ചിട്ടുണ്ടാകും. പക്ഷെ ചാനൽ ചർച്ച വന്നപ്പോൾ അവരിങ്ങനെ പറയുന്നതാണ്, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് വരുമ്പാണ് മുട്ടിയത് മരിച്ചത് എന്നൊക്കെയാ പറയണത്. കുട്ടികളല്ലേ, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ ആ വിഷയം ആക്ഷേപിച്ച് പറയല്ല. പക്ഷെ ഞാൻ പറയുന്നത്, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വഅദ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അപകടം സംഭവിച്ചത്. അല്ലാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ഉംറ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇന്നലെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഏത് സമയത്തും സംഭവിക്കാം. എന്റെ നാട്ടിൽ ഖത്തീബായി ജോലി ചെയ്യുന്ന കണ്ണൂരിലുള്ള ഒരു ഖാസിം ഉസ്താദ് കഴിഞ്ഞ ആഴ്ച കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോൾ ട്രെയിൻ വിട്ടു. അദ്ദേഹം ഓടി കയറുമ്പോൾ അതിന്റെ ഇടയിലേക്ക് വീണിട്ട് മരിച്ചുപോയി. ഖാസിം ഉസ്താദ് എന്റെ നാട്ടിൽ, ഞാൻ എന്റെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ഖത്തീബായിരുന്നു. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, ദറജയേറ്റണേ അല്ലാഹ്. പക്ഷെ മരിച്ചിട്ടൊരു വിഷയം വരുമ്പോ അയാൾ ഇന്ന സ്ഥലത്ത് പോയിട്ടാണ് അയാൾ മരിച്ചത് എന്ന് കേട്ടാ, അല്ലാഹ് ഒരു ഹറാമായ സംഗതി പോയിട്ട് കണ്ടിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹറാമായ സംഗതിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തമ്മാടിത്തം, ഒരു വലിയ സംഗതി ഒരു തമ്മാടിത്തം ചെയ്യുമ്പോ ആ കൊമ്പിന്റെ മേലെ കയറി പൊട്ടിയങ്ങ് വീണതാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവന്റെ മനസ്സിന്റെ നിലയൊന്ന് ശ്രദ്ധിക്കണേ. കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്തിട്ട് പള്ളിയുടെ മുന്നിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടുവന്ന് പള്ളിയിൽ കയറ്റി മിമ്പറിന്റെ മുമ്പിൽ നിന്നെ കിടത്തിയിട്ട് നിസ്കരിക്കുമ്പോ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഈ മയ്യത്തിന് മാപ്പ് നൽകണേ അല്ലാഹ്, ഈ മയ്യത്തിന് വിട്ടുവീഴ്ച നൽകണേ അല്ലാഹ്, ഈ മയ്യത്തിന് സുഖം നൽകണേ അല്ലാഹ്. പിന്നിൽ നിന്ന് ദ്വാരക്കുന്ന അർത്ഥമറിയുന്ന മുതഅല്ലിമിന് പോലും ഇഖ്ലാസിന്റെ കണിക കൽബിൽ വരില്ല. നമ്മൾ ദ്വാരക്കുമ്പോ ഇയാളൊരു തമ്മാടിത്തം ചെയ്യുമ്പോഴാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ദ്വാരക്കുന്നവന്റെ കൽബിലെ വികാരമെന്താ? അല്ലാഹുവേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പള്ളിയിൽ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാകും. ഇവിടെ ഹദ്ദാദ് ഉണ്ടോ പള്ളിയിൽ? അല്ലാഹുവേ ഹദ്ദാദ് റാത്തീബ് ഉണ്ടാകും. പല സ്ഥലങ്ങളിലും ഹദ്ദാദ് റാത്തീബ് ഉണ്ടാകുന്നത് ഖത്തീബ് ഉസ്താദ്, മുഖറി ഉസ്താദ്, അതുപോലെ മുമ്പേ ചൊല്ലി വന്ന 2 വയസ്സന്മാരും ചെറുപ്പക്കാരേതെങ്കിലും ഒരാള് ഈ നെല്ലിയാട് ഈ നാട്ടിൽ നല്ല പള്ളി, നല്ല സംവിധാനം, നിങ്ങൾ ആരെങ്കിലും പള്ളിയിലെ ഹദ്ദാദിന് പോയി കൂടാറുണ്ടോ? അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഈ പള്ളിന്റെ മുറ്റത്തിരിക്കുകയാണെങ്കിൽ പറയും ഹദ്ദാദ് കഴിഞ്ഞിട്ടില്ല, ഹദ്ദാദ് കഴിഞ്ഞിട്ടില്ല, എന്നായി കഴിഞ്ഞിട്ട് പോകാൻ. ഈ ഹദ്ദാദ് ആർക്കാണ്? ഹദ്ദാദ് ആർക്കാണ്? ഏറ്റവും വലിയ പ്രതിഫലം യാ അല്ലാഹു ബിഹാ, യാ അല്ലാഹു ബിഹാ, യാ അല്ലാഹു ബിഹുസ്നിൽ ഖാത്തിമ. ഹദ്ദാദ് റാത്തീബിൽ അവസാനത്തെ ദുആ എന്താണ്? യാ അല്ലാഹു ബിഹാ, യാ അല്ലാഹു ബിഹാ, യാ അല്ലാഹു ബിഹുസ്നിൽ ഖാത്തിമ. അല്ലാഹുവേ
എന്ന ദിക്റ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഹദ്ദാദിലെ ദിക്റ് കൊണ്ട്, അല്ലെങ്കിൽ ഹദ്ദാദ് കൊണ്ട് ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല മരണം തരണേ അല്ലാഹ്. നമ്മൾ എത്രയാളുണ്ട് പോയി ചോദിക്കുന്നയാള്. അള്ളാഹു നമുക്ക് എല്ലാത്തിനും ഖൈറുകൾക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, അപ്പൊ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ മരണം വരാനുണ്ട്. ആ മരണം നമ്മുടെ മുന്നിലെത്തുമ്പോഴുള്ള പ്രയാസം ഏറെ കടുപ്പമുള്ളതാണ്. എല്ലാ സംഗതികളും ചെയ്യേണ്ടത് മുഴുവനും മനുഷ്യന്മാര് നമുക്ക് ചെയ്തു തരും. പക്ഷെ എല്ലാം തീർന്നുപോയാൽ പിന്നെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു രംഗം വരും. ഡോക്ടർ നമ്മിൽ നിന്ന് ഊരേണ്ടതെല്ലാം ഊരി മാറ്റും. അല്ലേ? ഭൗതിക സാഹചര്യത്തിൽ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ, എല്ലാം ചെയ്യും. അവസാനം ഇനി ഈ രോഗിയിൽ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടാനില്ലെന്നും ഇനി ഈ രോഗിക്കൊന്നും കൊടുക്കാനില്ലെന്നും ബോധ്യമായാൽ ഡോക്ടർ പറയും, ഇനി നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോളൂ, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ. രോഗി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, വിവരം അറിയിക്കേണ്ട ആളൊക്കെ അറിയിച്ചോളൂ. വീട്ടിൽ കൊണ്ടുപോയി കിടത്തലാണ് നല്ല, ഇവിടെ കിടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോഴേക്ക് ലക്ഷങ്ങൾ തീർന്നുപോയി, ഉള്ള വീട് പണയത്തിലായി, അല്ലെങ്കിൽ വീട് വിറ്റുപോയി. ഇങ്ങനെ പ്രതിസന്ധിയിലാകുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ പ്രതിസന്ധിയാകുന്ന സമയത്ത്, വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അതാ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട്, നല്ല റാഹത്തുള്ള ചെറുപ്പക്കാരെ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാണ്, വീട് കുടിയലാകുന്നതേ ഉള്ളൂ, എല്ലാ സംവിധാനങ്ങളൊക്കെ കിട്ടി അങ്ങ് വരുന്നതേ ഉള്ളൂ, ഭാര്യയും ചെറിയ മക്കളുമേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർ പറയുന്ന അറിയിക്കണ്ട ആളെല്ലാം അറിയിച്ചോളൂ, രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അക്കിടക്കുന്ന ഒരു കിടത്തമില്ലേ? ആളുകൾ വന്ന് നോക്കുന്ന, സങ്കടത്തോടെ നോക്കുന്ന, വലിയ പ്രയാസത്തോടെ നോക്കുന്ന ഒരു നോട്ടമില്ലേ? ആ നോക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, അതാ അല്ലാഹുവേ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹ് നീ തന്ന ആയുസ് അലിഞ്ഞുപോയി, അല്ലാഹ് നീ തന്ന ആയുസ് അബദ്ധസഞ്ചാരിയായി, താന്നോന്നിയായി, തെമ്മാടിയായി ഞാൻ ജീവിച്ച് നശിപ്പിച്ച് കളഞ്ഞു. അല്ലാഹ് നിന്നിലേക്ക് ക്ഷണിക്കാൻ എത്രയെത്ര വാളുകളാണ്, അല്ലാഹ് നിന്നിലേക്ക് വിളിക്കാൻ എത്രയെത്ര പുസ്തകങ്ങളാണ്, പ്രസിദ്ധീകരണങ്ങളാണ്, എത്ര സ്ഥാപനങ്ങളാണ്, എത്ര സംവിധാനങ്ങളാണ്, എത്ര സംഘടനകളാണ്, എത്ര ഉലമാക്കളാണ്, എത്ര സംവിധാനങ്ങളാണ്, എത്ര നല്ല ഹൽഖകളാണ്. മാത്രമല്ല എന്നെ ബോധ്യപ്പെടുത്താൻ എത്ര മരണങ്ങളാണ് എന്റെ മുന്നിൽ വന്നത്. അല്ലാഹ് ഇതൊന്നും എന്നെ ബാധിക്കുന്നതാണെന്ന് ചിന്തിച്ചില്ല. അല്ലാഹ് ഇപ്പോൾ നീ തന്ന ആയുസ് അലിഞ്ഞ് വെള്ളമായി തീർന്നുപോയി. എന്റെ ജീവിതത്തിന്റെ മഗ്‌രിബിന്റെ ഘട്ടം, അസ്തമാന ഘട്ടം, ഈ സമയത്ത് എന്നെ നിന്നിലേക്ക് ക്ഷണിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വാതിലിൽ മുട്ടുന്നു. കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും കിട്ടാവുന്ന ഏറ്റവും വലിയ മരുന്ന് എന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞു. അല്ലാഹ് ഇനി എനിക്ക് രക്ഷയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. വിവരമറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോന്നാ ഡോക്ടർ പറയുന്നത്. ഇനി നിന്നിൽ മാത്രമാണ് ഭയം. അല്ലാഹ് നീ എനിക്കൊരല്പസമയം, ഇലാജലിൻ ഖരീബ്, ഒരു ചെറിയ സമയം നീ നീട്ടിത്തരുമോ? ഞാൻ സ്വതക്ക ചെയ്തോളാം, ഞാൻ നല്ല റാഹത്തിൽ ജീവിച്ചോളാം. തെമ്മാടിയായി പോയി അല്ലാഹ്, സിനിമകൾ കണ്ടുപോയി അല്ലാഹ്, പാട്ട് കേട്ടുപോയി അല്ലാഹ്. പാട്ട് കേൾക്കുന്ന ചെറുപ്പക്കാര് ഒരേ കട്ടിലിൽ കിടക്കുന്നു, ബ്ലാങ്കറ്റ് ഇട്ട്, AC ഇട്ട്, ബ്ലാങ്കറ്റ് ഇട്ട് പുതക്കുന്നു, ഫോണിൽ കുത്തിയിട്ട് കാതിൽ വെക്കുന്നു. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഒരു കണാപ്പെടുത്തിട്ട് കാതിലങ്ങ് വെക്കുന്നു. മൊബൈൽ ഇവൻ എന്താണ് കാണുന്നത് എന്ന് ആ റൂമിലുള്ളവർക്ക് മാത്രമല്ല, കട്ടിലിൽ കിടക്കുന്ന കൂട്ടുകാരന് പോലും, അല്ലെങ്കിൽ ഭാര്യക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. ഇത്രയും ലദ്ദത്ത് കിട്ടിപ്പോയി തെറ്റുകൾക്ക് മനുഷ്യൻ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ റൂഹും കൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാം പോകുമ്പോൾ, ആ സമയത്ത് അല്ലാഹുവേ
ഈ കിടന്ന കിടത്തത്തിലും ഞാൻ തെറ്റ് കണ്ടിട്ടാണ് കിടന്നത്. ഒരു ദിവസം ഇന്നത്തെ രാത്രിയിൽ റൂഹ് പിടിക്കാതെ നീ എന്നെ വിട്ടാൽ നാളെ ഞാൻ ഖുർആൻ ഓതി കിടക്കുമ്പോൾ നിനക്ക് റൂഹ് പിടിക്കാമല്ലോ. ഇന്നത്തെ രാത്രി ഞാൻ സിനിമ കണ്ടിട്ടാണ് കിടന്നത്, ഈ രാത്രിയിൽ പിടിച്ചാൽ ഞാൻ പരാജയപ്പെട്ടു പോകൂലേ അല്ലാ. ഒരൊറ്റ ദിവസം നാളെ നീ എന്റെ റൂഹ് പിടിച്ചോളൂ, നാളെ ഖുർആൻ ഓതാമെന്ന് പറഞ്ഞാൽ അവധിയെത്തിയാൽ ആയുസ് നീട്ടുന്ന പ്രശ്നമില്ല. ഒരു ദിവസം, ഒരു സമയം, ഒരു ചെറിയ സമയം, ഒരു ചെറിയ സമയം, ആ സമയം എനിക്ക് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുന്ന വളരെ ഗൗരവമുള്ള സങ്കടമുള്ള സമയം വരാനുണ്ട്. ആ സമയം എത്തുന്നതിന് മുന്നേ അള്ളാഹു നൽകിയിരിക്കുന്ന ആരോഗ്യത്തിന് നന്ദി ചെയ്യണേ കൂട്ടുകാരാ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആ സമയം എത്തുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്തിന് നന്ദി കാണിക്കണേ, സ്വതക്ക വർദ്ധിപ്പിക്കണേ. ചില ആളുകളൊന്നും കൊടുക്കൂല, അങ്ങനെയുണ്ട് ചില അറുബിഷ്കന്മാര്. എല്ലാം കേൾക്കും, അതെല്ലാം കേൾക്കും, റാഹത്തിന് മുമ്പിലിരിക്കും, കൊടുക്കൂല. അള്ളാഹു